ഹായ് നദാൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹൈദരാബാദിൽ വിസിറ്റ് ചെയ്ത ചമഹല്ല പാലസിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ നമ്മുടെ യാത്രാ വിവരണത്തിലുള്ളത്. നമ്മൾ ആദ്യത്തെ ദിവസം വിസിറ്റ് ചെയ്യാൻ പോയതും അതുപോലെ തന്നെ മറ്റേ ഹെറിറ്റേജ് വാക്ക് കാരണം നമുക്ക് കാണാൻ പറ്റാതെ പോയൊരു പ്ലേസായിരുന്നു ചമഹല്ല പാലസ്. നമ്മുടെ ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ചമഹല്ല പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹൈദരാബാദിലെ നമ്മുടെ നിസാമുകളുടെ കൊട്ടാരമാണ് ഈ ചമഹല്ല പാലസ് എന്ന് അറിയപ്പെടുന്നത്. ഈ പേര് വന്നത് ഈ 4 കൊട്ടാരങ്ങൾ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മീനിങ് പറയുന്നത്. അസഫ് ജാഹി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിട്ടും ഹൈദരാബാദിലെ നിസാമുകളുടെ ഔദ്യോഗിക വസതിയായിട്ടാണ് ഈ ചമഹല്ല പാലസ് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നത്. നിസാമുകളുടെ സ്ഥാനാരോഹണവും അതുപോലെ ഗവൺമെൻറ് ജനറലിനുള്ള സ്വീകരണം, അങ്ങനെ അവരുടെ ആചാരപരമായിട്ടും ഔദ്യോഗികപരമായിട്ടുള്ള എല്ലാ വിശേഷ ചടങ്ങുകളും മറ്റ് ആചാരങ്ങളൊക്കെ നടന്നിരുന്നത് ഈ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. അവിടെ പ്രധാനമായിട്ടും 4 കൊട്ടാരങ്ങളാണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊന്ന് അഫ്സൽ മഹൽ, മഫ്താബ് മഹൽ, തഹരിയത്ത് മഹൽ, അഫ്താബ് മഹൽ, ഇങ്ങനെ 4 മഹലുകളാണ് അവിടെയുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു കൺസ്ട്രക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിയോ ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള ഒരു വാസ്തു നിർമ്മാണ ശൈലിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊസൈക്കും അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, അവരുടെ ഫ്ലോറിങ്, അങ്ങനെ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോമൺ പീപ്പിളിന് ചിന്തിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹൈദരാബാദിൽ നമ്മൾ വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതും ഹൈദരാബാദിൻ്റെ ഫുൾ ഹിസ്റ്ററിയിൽ പ്രാധാന്യമുള്ളതായ എല്ലാ കാര്യങ്ങളും അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഇച്ചിരി ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും അറിവ് എൻഹാൻസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഭയങ്കര ടൈം പോകുന്നത് പോലും അറിയാതെ നമുക്ക് നിന്ന് വായിക്കാനും മനസ്സിലാക്കാനും ഉള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഈ അവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ വിസിറ്റിംഗ് പ്ലേസസും. നമ്മൾ ഈ ചമഹല്ല പാലസിലെ പല സ്ഥലങ്ങളും ഇപ്പം അവർ പ്രൊഹിബിറ്റഡാണ് വിസിറ്റേഴ്സിന്. പക്ഷേ നമ്മൾ കയറാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് സോളോ ട്രിപ്പൊക്കെ അടിക്കുന്നവർക്ക് ഭയങ്കര സൂപ്പറാണ് അവിടെ. അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവരുപയോഗിച്ചിരിക്കുന്ന വെസൽസ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സലാർജംഗ് മ്യൂസിയത്തിൽ വെച്ച് കണ്ടിട്ടുള്ള പല സാധനങ്ങളുടെയും വേറൊരു ഹാഫ് പോർഷൻ ഓഫ് കളക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ ആ സമയത്ത് ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു കോമൺ ആണെന്ന് നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും മമ്മീനെയൊക്കെയാണ് ഓർമ്മ വന്നത്. അവരൊക്കെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ മറ്റ് കാഴ്ച കാണുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുക ചിലപ്പം ഈ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ കണ്ടു തീർക്കാനാണ്. എസ്പെഷ്യലി എൻ്റെ മദർ ഇൻ ലോയുടെ കാര്യത്തിൽ എൻ്റെ ബ്രദർ എപ്പോഴും പറയുന്നുണ്ട്, അമ്മയുടെ പാത്രങ്ങളൊക്കെ ഭയങ്കര സേഫാണ്, നമുക്കൊന്നും അതിനകത്ത് കഴിക്കാൻ കൂടെ കിട്ടൂല എന്ന്. ഈ പുറത്ത് കാണിച്ചിരിക്കുന്ന ഈ അൽമേരയൊക്കെ ബുള്ളറ്റ് പ്രൂഫാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ അവരുടെ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളുടെയും ഡിസ്പ്ലേ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ നിർബന്ധം മൂലം ശരിക്കും പറഞ്ഞാൽ ചേട്ടായി നദാൻകുട്ടിയൊക്കെ നമ്മുടെ കൂടെ നടക്കുകയായിരുന്നു. കാരണം ഇത് കുറച്ചധികം നടന്ന് ടൈം എടുത്ത് കാണുന്നത്. പിന്നെ ക്ലൈമറ്റ് നമുക്ക് ഇത്തിരി കംഫർട്ടബിൾ ആയതുകൊണ്ട് നമുക്കതുവഴിയൊക്കെ വിശദമായിട്ട് നടക്കാനൊക്കെ സാധിച്ചു. ഇവരെ ഇങ്ങനെ മുമ്പോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചിരുന്ന ഘടകം ഇവിടെ ഒരു വിൻറ്റേജ് കാറിൻ്റെ ഒരു വലിയൊരു ശേഖരമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഫ്താബ് മഹലിൻ്റെ ഒരു പോർഷനാണ്. ഇവിടെയാണ് മറ്റ് അവരുടെ രാജ്ഞിമാരും അവരുടെ ഫീമെയിലായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നതും അവരുടെ ഡൈനിങ്, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് ഈ അഫ്സൽ മഹൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ടൈലുകളൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. നമ്മൾ ഒരു ടൈലിൻ്റെ കമ്പോസിഷൻ ആയിരിക്കില്ല മറ്റൊരെണ്ണത്തിൻ്റെ. അപ്പം അത് നിർമ്മിക്കുന്ന രീതി, അവരുടെ ഫേർണിച്ചർ, അവരുടെ റൂമുകളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നതെന്ന് വരെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല. അത് കഴിഞ്ഞപ്പം എൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞു, ഇവരുടെ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു വിൻറ്റേജ് കാറിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെ. നമ്മൾ ഇന്ന് ഭയങ്കര ലക്ഷറീസ് ആയിട്ട് പറയുന്ന പല കാറുകളുടെയും ബേസ് മോഡലുകൾ ഇവരുടെ ഈ ചമഹല്ല പാലസിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുള്ളറ്റ്, ഫിയറ്റ്,
അങ്ങനെ ഒത്തിരി സാധനങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും പേര് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ല. ബട്ട് അവരതൊക്കെ കൃത്യമായിട്ട് നിന്ന് നോക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അത്യാഡംബരപൂർണ്ണമായിട്ടും അപൂർവമായിട്ടും ഉണ്ടായിരുന്ന ചില വാഹനങ്ങൾ ഇതിനകത്തുണ്ട്. റോൾസ് റോയ്സ്, ബെന്റ്ലി, ഫിയറ്റ് ഒക്കെ അതിലെ പ്രധാനപ്പെട്ട ഇതാണ്. അപ്പം 1912 മോഡലായ നേപ്പിയറാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചൈൽഡ്ഹുഡായിട്ടുള്ള കുറേ മെമ്മറീസൊക്കെ റീക്രിയേറ്റ് ചെയ്തു എന്നതാണ് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് കുറേ മലയാളീസിനെ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും സൗത്ത് ഇന്ത്യൻസിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് നമ്മളെവിടെ ചെന്നാലും അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് വിൽവാർഡ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്കാണ്. ഇത് ശരിക്കും ഫ്രൈഡേ ഇവിടെ ഹോളിഡേ ആണ്. അപ്പോൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഫ്രൈഡേ ഒഴിവാക്കി പോവുക. നമുക്ക് അവിടെ വരെ ചെന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നതുപോലെ വരേണ്ടി വരും. പിന്നെ ടൈം എടുത്ത് അവിടെ കാണുവാനും അവിടുത്തെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് ചമഹല പാലസ് തീരുമെന്നുള്ളത് ഒരു 100% ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റും. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുവാനും അതെന്താണ് ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ചമഹല പാലസ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.